പുഴയിലെ വയോധികയുടേത് ക്രൂരമായ കൊലപാതകമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിലെ ഇരുഭാഗങ്ങളിലെയും വാരിയെല്ലുകൾ തകർന്നു. കഴുത്തിലെ അസ്ഥി പൊട്ടിയ നിലയിലാണെന്നും ഇടതു കൈയിലും ഒടിവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഷർമിളയ്ക്കും മാത്യുവിനും വധശിക്ഷ നൽകണമെന്ന് മാത്യുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ശരണ്യ സ്നേഹജൻ, ആദ്യം ശരണ്യ, ഈ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഈ 73-കാരിയായ സുഭദ്ര കൊല ചെയ്യപ്പെട്ടത് ക്രൂരമായ ശാരീരിക മർദ്ദനങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്ന ഫൈൻഡിങ്സ് ആണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ ലഭ്യമായിട്ടുള്ളത്. അതായത് വയോധികയുടെ രണ്ട് ഭാഗത്തെയും ഇരുവശങ്ങളിലെയും വാരിയെല്ലുകൾ പൂർണ്ണമായി ഒടിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം കഴുത്തിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്, കൈകളും ഒടിഞ്ഞിട്ടുണ്ട്, കൈയുടെ പിൻഭാഗം ഒടിച്ച് പിറകിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ്. അത് ഈ കൈ ഒടിച്ചത് മരണപ്പെട്ടതിന് ശേഷമാണ്. മറ്റു മുറിവുകളൊക്കെ തന്നെ മറ്റ് പരിക്കുകളൊക്കെ തന്നെയും അത് മരണത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണെന്ന നിഗമനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. മരണശേഷമാണ് ഈ കൈ, അവരുടെ കൈ ഇടത് കൈ അത് വലിച്ചു കെട്ടി ഇട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അത് കൈ ഒടിച്ചതാകാം എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘവും ഫോറൻസിക് വിഭാഗവും നിൽക്കുന്നത്. അത്തരത്തിൽ ക്രൂരമായൊരു കൊലപാതകമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളതാണ്. അത് 7 or 8 തീയതികൾ, ഈ 2 തീയതികളിൽ ഏതോ ഒരു ദിവസമാണ് കൊല നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേറ്റിട്ടുള്ള മറ്റ് ക്ഷതങ്ങളെ സംബന്ധിച്ചൊക്കെ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി ശരീരഭാഗങ്ങൾ പരിശോധനക്കായി അയക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം 1 മാസം കഴിഞ്ഞത് കൊണ്ട് തന്നെ ജീർണാവസ്ഥയിൽ ആയിരുന്നു ശരീരം. എങ്കിൽ പോലും ശരീരത്തിൽ ആന്തരിക ക്ഷതം, കൃത്യമായി കഴുത്തിനടക്കം വലിയ ക്ഷതമേൽക്കുന്ന രീതിയിൽ ഒടിയുന്ന രീതിയിലുള്ള പരിക്കുകൾ അവർക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു മരണത്തിന് മുമ്പ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് റിപ്പോർട്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ.